ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് സെന്റൻസസിനെ പറ്റിയാണ്. സോ ഇത് ടെൻസിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ടെൻസിനെ കുറിച്ചുള്ള ഫസ്റ്റ് പാർട്ട് വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് സെന്റൻസസ്. ഇംഗ്ലീഷ് ഗ്രാമറിൽ എത്ര തരത്തിലുള്ള സെന്റൻസസ് ഉണ്ട്, അവയ്ക്ക് എക്സാമ്പിൾസ് കൂടെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇത് പഠിച്ചാൽ മാത്രമേ ഇനി നമുക്ക് ടെൻസിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് സെന്റൻസസ്, എത്ര തരത്തിലുള്ള സെന്റൻസ് ആണ് ഇംഗ്ലീഷ് ഗ്രാമറിൽ ഉള്ളത്? മെയിൻലി 4 ടൈപ്സ് ഓഫ് സെന്റൻസസ് ആണ് ഇംഗ്ലീഷ് ഗ്രാമറിലുള്ളത്. ഓക്കെ, ടൈപ്സ് ഓഫ് സെന്റൻസസ് 4 ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ അസർട്ടീവ് സെന്റൻസ്. എന്താണ് അസർട്ടീവ് സെന്റൻസ്? ദെൻ സെക്കൻഡ് വൺ ഇൻട്രോഗേറ്റീവ് സെന്റൻസ്. എന്താണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ്? ദെൻ തേർഡ് വൺ ഇമ്പരേറ്റീവ് സെന്റൻസ്. എന്താണ് ഇമ്പരേറ്റീവ് സെന്റൻസ്? അസർട്ടീവ് സെന്റൻസ്, ഇൻട്രോഗേറ്റീവ് സെന്റൻസ്, ദെൻ ഇമ്പരേറ്റീവ് സെന്റൻസ്. Then finally exclamatory sentence. എന്താണ് exclamatory sentence? Exclamatory sentence. So these are the 4 types of sentences we have to study. Okay, 4 തരത്തിലുള്ള sentences. 1 assertive sentence, 2 interrogative sentence, 3 imperative sentence, 4 exclamatory sentence. So 10 types of sentences. First type എന്താണ്? അസർട്ടീവ് സെന്റൻസ്. ഡെഫിനിഷൻ ഒന്നും പറഞ്ഞ് ഞാൻ സമയം വേസ്റ്റ് ആക്കുന്നില്ല. എന്താണ് ഒരു അസർട്ടീവ് സെന്റൻസ് എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. സോ വാട്ട് ഈസ് ആൻ അസർട്ടീവ് സെന്റൻസ്? എ സെന്റൻസ് സ്റ്റാർട്ടിംഗ് ഫ്രം ആൻ സബ്ജക്ട് ആൻഡ് എൻഡ്സ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ് ഈസ് കാൾഡ് അസർട്ടീവ് സെന്റൻസ്. എന്താണ് അസർട്ടീവ് സെന്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ്ജക്ട് അതിൽ കാണും. നമുക്കറിയാം ഒരു ബേസിക് സ്ട്രക്ചർ ഓഫ് സെന്റൻസ് സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്ട്. ഓക്കെ, അപ്പോ അസർട്ടീവ് സെന്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെന്റൻസ് ഒരു സബ്ജക്റ്റിൽ തുടങ്ങും, ദെൻ ഒരു ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കും. എക്സാമ്പിൾസ് ധാരാളം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഹി ഈസ് ഈറ്റിംഗ് ആൻ ആപ്പിൾ. ദെൻ ഹി ഈസ് ഈറ്റിംഗ് ആൻ ആപ്പിൾ. ഇവിടുത്തെ സബ്ജക്ട് എന്താണ്? ഹി. ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. ആ ക്ലാസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ തന്നിട്ടുണ്ട്. സോ ഹി ഈസ് ഈറ്റിംഗ് ആൻ ആപ്പിൾ. ഇവിടെ എന്താണ് സബ്ജക്ട്? ഹി. ഈ സെന്റൻസ് എൻഡ് ചെയ്തത് എവിടെ വെച്ചാണ്? ഒരു ഫുൾ സ്റ്റോപ്പ് വെച്ചാണ്. സോ സച്ച് സെന്റൻസസ് ആർ കാൾഡ് അസർട്ടീവ് സെന്റൻസ്. സോ ഈ അസർട്ടീവ് സെന്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സെന്റൻസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസർട്ടീവ് സെന്റൻസുകൾ എന്ന് പറയുന്നത്. ഇനിയും മൊത്തം എക്സാമ്പിൾസ് ഉണ്ട്. ദെൻ they are going എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് നമ്മൾ പറയും they are going, then they are not going. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം എക്സാമ്പിൾസ് നിങ്ങൾക്ക് അസർട്ടീവ് സെന്റൻസിന് കണ്ടെത്താനായിട്ട് സാധിക്കും. സോ അസർട്ടീവ് സെന്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? ആ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സബ്ജക്റ്റിലായിരിക്കും, എൻഡ് ചെയ്യുന്നത് ഫുൾ സ്റ്റോപ്പിലായിരിക്കും. സബ്ജക്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഫുൾ സ്റ്റോപ്പിൽ എൻഡ് ചെയ്യും. ഈ അസർട്ടീവ് സെന്റൻസിന് മറ്റൊരു പേര് കൂടെ ഉണ്ട്, ഡിക്ലറേറ്റീവ് സെന്റൻസ്. എന്താണ് ഡിക്ലറേറ്റീവ് സെന്റൻസ്? നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻട്രോഗേറ്റീവ് സെന്റൻസ്. സോ വാട്ട് ഈസ് ആൻ ഇൻട്രോഗേറ്റീവ് സെന്റൻസ്? ഒരു സെന്റൻസ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ സച്ച് സെന്റൻസസ് ആർ കാൾഡ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ്. സിംപിളി നമ്മൾ ക്വസ്റ്റ്യൻസിനാണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഈ ഇൻട്രോഗേറ്റീവ് സെന്റൻസിനെ നമുക്ക് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. എന്താണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ? ദെൻ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ? സോ നമ്മൾ എന്താണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞു? എന്താണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ്? ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഒരു സെന്റൻസ് തരുന്നു, അതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതെന്താണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ്. ഇനി ഈ ഇൻട്രോഗേറ്റീവ് സെന്റൻസിനെ 2 തരത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ഫസ്റ്റ് വൺ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, ദെൻ രണ്ടാമത്തത് ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ. ഇതിൽ രണ്ടാമത്തത് പറയുന്നതായിരിക്കും ആദ്യം ഈസി. ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് ധാരാളമുണ്ട്, നിങ്ങൾ എന്നെ കേട്ടിട്ടുണ്ടായിരിക്കും. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ക്വസ്റ്റ്യൻ വേർഡ്സ് ധാരാളമുണ്ട്. ഏതൊക്കെയാണത്? ഹൗ, ദെൻ വാട്ട്, വെൻ. ഇതേപോലത്തെ നിങ്ങൾ കുറെ കേട്ടിട്ടില്ലേ? അതാണ് വാട്ട്, വെൻ, ഹൗ മെനി, വെയർ. ഇത്തരത്തിലുള്ള വേർഡ്സിനാണ് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് പറയുന്നത്, അല്ലെ?
ഇങ്ങനെ ധാരാളം എക്സാമ്പിൾസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ കണ്ടെത്താവുന്നതാണ്. സോ ഇതാണ് ക്വസ്റ്റ്യൻ വേർഡ്സ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യനിൽ ആരംഭിക്കുന്ന ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സിംപിളി നമ്മൾ പറയും വാട്ട് ഈസ് യുവർ നെയിം, നമ്മൾ പറയും വേർ ആർ ദേ ഗോയിങ്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ വേർഡിൽ വെച്ച് തുടങ്ങി ദെൻ ഒരു എന്താണ് ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്ന ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻ ഇന്ററോഗേറ്റീവ് സെന്റൻസ് ഒക്കെ അവസാനിക്കുന്നത് ഏത് ചിഹ്നത്തിലായിരിക്കും? ഈ ഒരു ചിഹ്നം. നിങ്ങൾക്കറിയാം ക്വസ്റ്റ്യന്റെ ആ ഒരു ചിഹ്നം. സോ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായി. ഇനി അടുത്ത് രണ്ടാമത്തത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. പേരിൽ തന്നെ ഉണ്ട് എന്താണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യന്റെ ആൻസർ യെസ് അല്ലെങ്കിൽ നോ ആയിരിക്കും. എന്താണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ? യെസ് അല്ലെങ്കിൽ നോ ആയിരിക്കും. അപ്പോൾ അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇവിടുത്തെ ഒരു പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ക്വസ്റ്റ്യൻ വേർഡിൽ പറഞ്ഞു അത് എന്താണ് ആ ക്വസ്റ്റ്യൻ ആരംഭിക്കുന്നത് ക്വസ്റ്റ്യൻ വേർഡ്സിൽ നിന്നാണ്. ഏതൊക്കെ? ഹൗ, വെൻ, വെയർ, ഹൗ മെനി, ഇതേപോലത്തെ ക്വസ്റ്റ്യൻ വേർഡ്സിൽ നിന്നാണ് ആരംഭിക്കുന്നത്. പക്ഷേ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആരംഭിക്കുന്നത് ഒരു ഓക്സിലറി വെർബിൽ നിന്നാണ്. എന്തിൽ നിന്നാണ്? ഒരു ഓക്സിലറി വെർബ്. നിങ്ങൾക്കറിയാം ഓക്സിലറി വെർബ് ധാരാളം ഉണ്ട്. നമ്മൾ 24 ഓക്സിലറി വെർബ്സ് പഠിച്ചതാണ്. ഡു, ഡസ്, ഡിഡ്, ഈസ്, ആർ, ആം, വാസ്, വെയർ, ഇങ്ങനെ ഒരു 24 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഓക്സിലറി വെർബിൽ ആരംഭിക്കുന്ന എന്താണ് ക്വസ്റ്റ്യൻസിനെ പറയുന്ന പേരാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. സിമ്പിൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ആർ ദേ ഗുഡ്, ഈസ് യു ഈസ് ഹി ഗുഡ്, ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കത്തില്ല. ഇവിടെയൊക്കെ ആദ്യം വരുന്ന ആൻസർ എന്താണ്? ഒന്നെങ്കിൽ എസ് എന്ന് വരും അല്ലെങ്കിൽ നോ എന്ന് വരും. ഇപ്പോൾ ഞാൻ എഴുതുന്നു ഈസ് ഹി ഗുഡ്. ഇതിനാദ്യം നമ്മൾ എഴുതുന്ന ആൻസർ എന്താണ്? ഒന്നെങ്കിൽ എസ് അല്ലെങ്കിൽ നോ. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ പ്രോപ്പർട്ടീസ് എന്താണ്? തുടങ്ങുന്നത് ഒരു ഓക്സിലറി വെർബിൽ നിന്നായിരിക്കും. ഈസ് തന്നെ ആവണമെന്നില്ല, ബാക്കി 23 ഏത് വേണോ ആവാം. മോഡൽ ഓക്സിലറീസും വരെ, അതായത് വിൽ, വുഡ്, ഷാൽ, ഷുഡ്, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും വേണമെങ്കിൽ വരാം. അപ്പോൾ എന്താണ് നമ്മളിവിടെ യെസ് ഓർ നോ ക്വസ്റ്റ്യനെ കുറിച്ചാണ് പറഞ്ഞത്. എന്താണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ? ആ ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരിക്കും? ഒന്നുകിൽ എസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും. സോ അതിൽ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഒരു ഓക്സിലറി വെർബിൽ തുടങ്ങി ദെൻ ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കും. സോ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇന്ററോഗേറ്റീവ് സെന്റൻസസിനെ കുറിച്ചാണ്. ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്തു. ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ, ദെൻ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങി എന്താണ് ആ ഒരു ചിഹ്നത്തിൽ അവസാനിക്കുന്നുണ്ട്. ദെൻ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഒന്നെങ്കിൽ എസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും. ദെൻ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഓക്സിലറി വെർബിൽ നിന്നായിരിക്കും. ഇനി നമുക്ക് ഇമ്പരേറ്റീവ് സെന്റൻസസിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഇമ്പരേറ്റീവ് സെന്റൻസ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു സെന്റൻസ് ഓർഡറിനെയോ റിക്വസ്റ്റിനെയോ സൂചിപ്പിക്കുകയാണെങ്കിൽ അത്തരം സെന്റൻസസിനെയാണ് നമ്മൾ ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ സെന്റൻസ് ഓർഡറിനെയോ റിക്വസ്റ്റിനെയോ സൂചിപ്പിക്കണം. ഒന്നെങ്കിൽ ആജ്ഞ അല്ലെങ്കിൽ എന്താണ് അപേക്ഷ. ഇമ്പരേറ്റീവ് സെന്റൻസ് എന്താണ്? ഓർഡർ ഓർ റിക്വസ്റ്റ്. സെന്റൻസ് എക്സ്പ്രസിംഗ് ഓർഡർ ഓർ റിക്വസ്റ്റ് ആർ കാൾഡ് ഇമ്പരേറ്റീവ് സെന്റൻസ്. ആ സെന്റൻസ് ഒന്നെങ്കിൽ ഓർഡറിനെ സൂചിപ്പിക്കണം അല്ലെങ്കിൽ റിക്വസ്റ്റിനെ സൂചിപ്പിക്കണം. സച്ച് സെന്റൻസസ് ആർ കാൾഡ് ഇമ്പരേറ്റീവ് സെന്റൻസ്. ഓർഡർ ബാർ റിക്വസ്റ്റ്. എക്സാമ്പിൾ നിങ്ങൾ എന്നെ കേട്ടിട്ട് തന്നെ ആയിരിക്കും. ഈ റിക്വസ്റ്റ് എന്ന് ആദ്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന വേർഡ് എന്താണ്? പ്ലീസ് ആണ്. ഓക്കെ, പ്ലീസിൽ തുടങ്ങുന്ന എല്ലാ സെന്റൻസസും മിക്കവാറും എല്ലാ സെന്റൻസസും എന്താണ്? ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. സോ എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റും പ്ലീസ് ഗോ ദെയർ. എന്താണ്? പ്ലീസ് ഗോ ദെയർ. ഈ പ്ലീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ നമ്മളൊരു റിക്വസ്റ്റ് നടത്തിയാണ്, പ്ലീസ് അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സെന്റൻസസിനെയാണ് നമ്മൾ ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഇനി ഒരു ഓർഡർ എക്സാമ്പിൾ പറയാം. നമ്മൾ പറയില്ലേ ഗോ ദെയർ, കം ഇൻ, ഇതൊക്കെ എന്താണ്? ഓർഡർ ആണ്, ഓരോ ആജ്ഞകളാണ്. ഓക്കെ, അപ്പോൾ ഇതും എന്താണ്? ഇമ്പരേറ്റീവ് സെന്റൻസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമുക്ക് അതുകൂടെ എക്സാമ്പിൾ ഒന്ന് എഴുതാം. ഗോ ദെയർ, ദെൻ കം ഹിയർ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ? കം ഹിയർ, ഗെറ്റ് ഔട്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഇമ്പരേറ്റീവ് സെന്റൻസിന് എക്സാമ്പിൾ ആണ്. സോ ഇമ്പരേറ്റീവ് സെന്റൻസ് എന്താണ്? ഒന്നുകിൽ ആ സെന്റൻസ് ഒരു സെന്റൻസ് ആ സെന്റൻസ് ഒന്നുകിൽ ഓർഡറിനെ സൂചിപ്പിക്കണം അല്ലെങ്കിൽ റിക്വസ്റ്റിനെ സൂചിപ്പിക്കണം. സച്ച് സെന്റൻസസ് ആർ കാൾഡ് എന്ത്? ഇമ്പരേറ്റീവ് സെന്റൻസ്. അപ്പൊ ഈ റിക്വസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മിക്കവാറും ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് എന്ത്? പ്ലീസ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ഇവിടെ ഒരു സെന്റൻസിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ പറഞ്ഞു ഒരു സെന്റൻസിന്റെ ബേസിക് സ്ട്രക്ചർ എന്താണ്? സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ പ്ലീസ് ഗോ ദെയർ, ദെൻ ഇവിടെ ഗോ ദെയർ, ദെൻ ഇവിടെ കം ഹിയർ, ദെൻ ഗെറ്റ് ഔട്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ സബ്ജക്ട് കാണാനില്ല. എന്താണ് ഇമ്പരേറ്റീവ് സെന്റൻസിന്റെ സബ്ജക്ട്? അതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നു കം ഹിയർ, ഇവിടത്തേക്ക് വരും, ഇവിടേക്ക് വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആരോടാണ് പറഞ്ഞത്? നിങ്ങളോടാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ സബ്ജക്ട് എന്താണ്? നിങ്ങളാണ്. ഓക്കെ, ഇവിടെ കം ഹിയർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? യു കം ഹിയർ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? നമ്മൾ യു അവിടെ സൈലന്റ് ആക്കി വെച്ചിരിക്കുന്നതേ ഉള്ളൂ.
കം ഹിയർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയുന്നത് നിങ്ങളോടാണ് അല്ലെ. ഞാൻ ഇപ്പോൾ നിങ്ങളോടാണ് സംസാരിക്കുന്നത്. ഐ ആം സ്പീക്കിംഗ് ടു യു. അപ്പോൾ ഞാൻ വരാൻ പറഞ്ഞാൽ ആരോടാണ് വരാൻ പറയുന്നത്? നിങ്ങളോടാണ് വരാൻ പറയുന്നത്. സോ കം ഹിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ യു കം ഹിയർ. സോ എല്ലാ ഇമ്പരേറ്റീവ് സെന്റൻസ് അതേപോലെ പ്ലീസ് തന്നെ നോക്കിക്കോളൂ. പ്ലീസ് ഗോ ദെയർ ആരോടാണ് പറയുന്നത്? അപ്പൊ അവിടെ നിൽക്കുന്നത്, നിങ്ങൾക്ക് നേരെ നിൽക്കുന്നത് നിങ്ങളോടാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഗോ ദെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഗോ ദെയർ ആണ്. പ്ലീസ് ഗോ ദെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലീസ് ഗോ ദെയർ, യു നിങ്ങളോടാണ് പറയുന്നത്. സോ എന്താണ് സബ്ജക്ട്? യു ആണ് സബ്ജക്ട്. ഇമ്പരേറ്റീവ് സെന്റൻസിന്റെ സബ്ജക്ട് എന്താണ്? യു ആണ്. അത് മനസ്സിൽ വെച്ചിരിക്കുക. ഓക്കെ, കാരണം ഇത് വോയിസിൽ ചെയ്യുമ്പോൾ നമുക്കത് ആവശ്യമാണ്. ഓക്കെ, അടുത്ത് ലാസ്റ്റ് വൺ എക്സ്ക്ലമേറ്ററി. എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്താണ്? എക്സ്ക്ലമേറ്ററി സെന്റൻസ് സെന്റൻസസ് എക്സ്പ്രസിംഗ് സഡൻ സ്ട്രോങ് ഫീലിംഗ് ആർ കാൾഡ് എക്സ്ക്ലമേറ്ററി സെന്റൻസസ്. ആ സെന്റൻസ് ഒരു സഡൻ സ്ട്രോങ് ഫീലിംഗ്, ഒരു അതികഠിനമായ ഒരു എക്സ്പ്രസ് ഫീലിംഗ്, അത് സന്തോഷാവാം ദുഃഖരാവാം. ഹൗ, വാട്ട് എ സർപ്രൈസ് എന്നൊക്കെ പറയില്ലേ. അതേപോലെ തന്നെ ബ്രേവോ, അലാസ്. അലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ദുഃഖത്തിന്റെ ഒരു ഭാഷയിൽ പറയുന്നതാണ് അലാസ്. The man has died yesterday എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? എക്സ്ക്ലമേറ്ററി സെന്റൻസിന്റെ എക്സാമ്പിൾ ആണ്. സോ സെന്റൻസസ് എക്സ്പ്രസിംഗ് സഡൻ സ്ട്രോങ് ഫീലിംഗ് ആർ കാൾഡ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഇവിടുത്തെ എക്സ്ക്ലമേറ്ററി സിമ്പിൾ ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഇതാണ് സിമ്പിൾ. അപ്പോ അവിടുത്തെ എന്തായിരിക്കും പ്രത്യേകത? ഒരു സബ്ജക്റ്റിൽ തുടങ്ങിയിട്ട് എൻഡ് ചെയ്യുന്നത് ഈ ഒരു ഈ ഒരു പങ്ക്ച്വേഷനിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പങ്ക്ച്വേഷൻ വേറെ ഒന്നുമില്ല, ഡോട്ട് തന്നെയാണ്. ആദ്യം നമ്മുടെ ഫുൾ സ്റ്റോപ്പ് തന്നെയാണ്. പക്ഷെ എക്സ്ക്ലമേറ്ററി സെന്റൻസിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ എൻഡിങ് എന്താണ്? ഒരു എക്സ്ക്ലമേറ്ററി സിമ്പിൾ ആണ്. എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ, ദെൻ അലാസ് ദ മാൻ ഹാസ് ഡൈഡ്. ഞാൻ കുറച്ച് നേരത്തെ സൂചിപ്പിച്ചു. ദെൻ എന്താണ്, ഇങ്ങനെ ധാരാളം എക്സാമ്പിൾസ് പറയാൻ സാധിക്കും. ഞാൻ എന്തായാലും സമയം കളഞ്ഞില്ല. അപ്പോൾ എന്താണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്? സെന്റൻസസ് എക്സ്പ്രസിംഗ് സഡൻ സ്ട്രോങ് ഫീലിംഗ് ആർ കാൾഡ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ചില എക്സ്ക്ലമേറ്ററി വേർഡ്സ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. വൗ, ദെൻ അലാസ്, ബ്രാവോ തുടങ്ങിയവയൊക്കെ എന്താണ് എക്സ്ക്ലമേറ്ററി വേർഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇതൊക്കെ സഡൻ സ്ട്രോങ് ഫീലിംഗിനാണ് സൂചിപ്പിക്കുന്നത്. വൗ, ഒരാളുടെ അതിശയം. അതിശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അയാളുടെ ആശയത്തിനൊക്കെ അപ്പുറത്തുള്ള ഒരു ഫീലിംഗ് ആണ്. വൗ, വാട്ട് എ സർപ്രൈസ് എന്നൊക്കെ നമ്മൾ പറയില്ല. അതൊക്കെ എന്താണ്? ഒരു സഡൻ സ്ട്രോങ് ഫീലിംഗ്. ഇവിടുത്തെ സഡൻ സ്ട്രോങ് ഫീലിംഗ് എന്താണ്? വൗ, അതിശയം, സർപ്രൈസ് ആണ്. അടുത്ത് അലാസ് ദ മാൻ ഹാസ് ഡൈഡ്. ഇത് നമ്മൾ അതികഠിനമായ ദുഃഖത്തിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് എന്ത്? അലാസ് ദ മാൻ ഹാസ് ഡൈഡ് യെസ്റ്റർഡേ, അലാസ് ഐ ലോസ്റ്റ് മൈ നെക്ലേസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് അലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ബ്രേവോ, ഒരാളുടെ ധൈര്യത്തിനെ സൂചിപ്പിക്കാൻ നമ്മൾ എക്സ്ക്ലമേഷൻ കൊടുക്കുന്നത് ബ്രേവോ ആണ്. ബ്രേവോ, യു ആർ എ ഗുഡ് ഫൈറ്റർ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത് ബ്രേവോ ആണ്. സോ എക്സ്ക്ലമേറ്ററി വേർഡ്സിന് കുറച്ച് എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. സോ എക്സ്ക്ലമേറ്ററി സെന്റൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്റൻസസ് എക്സ്പ്രസിംഗ് സഡൻ സ്ട്രോങ് ഫീലിംഗ്സ് ആർ കാൾഡ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഒരു സെന്റൻസ് അതികഠിനമായ ഒരു ഫീലിംഗിനെ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ സച്ച് സെന്റൻസസ് ആർ കാൾഡ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. സോ ഇമ്പരേറ്റീവ് സെന്റൻസ് എന്താണ്? ഓർഡർ ആയിട്ട് റിക്വസ്റ്റ്. എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ് സഡൻ സ്ട്രോങ് ഫീലിംഗ്. നേരത്തെ നമ്മൾ പരിചയപ്പെട്ട രണ്ട് ആരൊക്കെയാണ്? അസർട്ടീവ് സെന്റൻസ്, ദെൻ ഇൻട്രോഗേറ്റീവ് സെന്റൻസ്. അസർട്ടീവ് സെന്റൻസ് എന്താണ്? സാധാരണ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രസ്താവിക്കുന്നു. ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പ്രസ്താവിക്കുന്നു. ഐ ആം ഈറ്റിംഗ് ആൻ ആപ്പിൾ, ദേ ആർ ഗോയിങ് ദർ. അവിടെ ഒരു സബ്ജക്റ്റിൽ തുടങ്ങി എന്ത് ചെയ്യും? ഒരു ഫുൾ സ്റ്റോപ്പിൽ എന്ത് ചെയ്യും? ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അസർട്ടീവ് സെന്റൻസ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ അതിനുശേഷം അവിടെ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് പരിചയപ്പെട്ടു. ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഇൻട്രോഗേറ്റീവ് സെന്റൻസസ് എന്ന് പറയും. അതിൽ തന്നെ നമ്മൾ രണ്ട് പേരെ പരിചയപ്പെട്ടു. യെസ് ഓർ നോ ക്വസ്റ്റ്യനും ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ. ദെൻ ഇവിടെ നമ്മൾ ഇമ്പരേറ്റീവ് സെന്റൻസ് പരിചയപ്പെട്ടു. ഓർഡർ ഓർ റിക്വസ്റ്റ്, അതിന്റെ സബ്ജക്ട് എന്താണെന്ന് മനസ്സിലാക്കി. ദെൻ ഫൈനലി എക്സ്ക്ലമേറ്ററി സെന്റൻസസ് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി എക്സ്ക്ലമേറ്ററി സെന്റൻസസിന്റെ ഒരു ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്. ദാറ്റ് ഈസ് ഒപ്റ്ററ്റീവ് സെന്റൻസ്. എന്താണ് ഇവിടെ? ഒപ്റ്ററ്റീവ് സെന്റൻസ് വലിയ ഇമ്പോർട്ടന്റ് ഉള്ളതൊന്നുമല്ല, നിങ്ങളുടെ അറിവിലേക്ക് ജസ്റ്റ് ഒന്ന് പറയുന്നു എന്ന് മാത്രം. ഒപ്റ്ററ്റീവ് സെന്റൻസ് എന്താണ്? ഒപ്റ്ററ്റീവ് സെന്റൻസ് ഇതിന്റെ ഒരു ഒരു സബ് ഡിവിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. സെന്റൻസസ് എക്സ്പ്രസിംഗ് പ്രയർ ഓർ ബ്ലെസ്സിംഗ്, അത് പ്രാർത്ഥനയോ, മേ ഗോഡ് ബ്ലെസ് യു, മേ യു ലീവ് ലോങ്ങർ, ഇങ്ങനെ നമ്മൾ പ്രാർത്ഥനയോ അനുഗ്രഹമോ നൽകുന്ന സെന്റൻസുകളെയാണ് എന്ത് പറയുന്നത്? ഒപ്റ്ററ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. സോ സെന്റൻസസ് എക്സ്പ്രസിംഗ് ബ്ലെസ്സിംഗ് ഓർ പ്രയർ ആർ കാൾഡ് ഒപ്റ്ററ്റീവ് സെന്റൻസ്. അതിനുള്ള എക്സാമ്പിൾ ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. മേ ഗോഡ് ബ്ലെസ് യു, ദെൻ മേ യു ലീവ് ലോങ്ങർ, മേ ദ കിങ് ലീവ് ലോങ്ങർ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ അത് ഒപ്റ്ററ്റീവ് സെന്റൻസ് ആണ്. അവിടെയും പങ്ക്ച്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പങ്ക്ച്വേഷൻ തന്നെയാണ്, എക്സ്ക്ലമേഷൻ തന്നെയാണ് അവിടത്തെയും പങ്ക്ച്വേഷൻ. അത് നിങ്ങളുടെ അറിവിലേക്ക് ജസ്റ്റ് എന്ന് പറഞ്ഞു മാത്രം. അപ്പൊ ഒപ്റ്ററ്റീവ് സെന്റൻസ് എന്താണ്? സെന്റൻസസ് എക്സ്പ്രസിംഗ് പ്രയർ ഓർ ബ്ലെസ്സിംഗ്.
ഒരു സെന്റൻസ് അനുഗ്രഹമോ അത് അല്ലെങ്കിൽ പ്രാർത്ഥനയോ സൂചിപ്പിക്കുകയാണെങ്കിൽ സച്ച് സെന്റൻസസ് ആർ കാൾഡ് ഒപ്റ്റേറ്റീവ് സെന്റൻസ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ടൈപ്സ് ഓഫ് സെന്റൻസസിനെ പറ്റിയാണ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ ടെൻസ് പഠിച്ചു തുടങ്ങിയാണ്, ദാറ്റ് ഈസ് പ്രസന്റ് സിമ്പിൾ. അപ്പോൾ അതുവരെ എല്ലാവർക്കും താങ്ക്സ്.